ഇതിന്റെ കോടതി നടപടികൾ പത്തനംതിട്ട റാന്നി കോടതികളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിലാണുള്ളത്. ഇതിന്റെ അഴിമതി നിരോധന നിയമപ്രകാരം കൂടി വകുപ്പുകൾ വന്ന സാഹചര്യത്തിലാണ് അത്തരത്തിൽ കോടതി നടപടികൾ കൊല്ലത്തേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത നടപടി എന്ന നിലയിൽ പത്മകുമാറിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കും. അതിനുശേഷം പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കും. എന്തായാലും വിശദമായി ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇന്ന് 4 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്തത്. ആ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം നടക്കും. അപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഒരുപക്ഷെ കോടതി റിമാൻഡ് ചെയ്യും. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ കൊടുക്കാനാണ് സാധ്യതയുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിലെ 2 പ്രധാനപ്പെട്ട ഉന്നതരായിട്ടുള്ള ആളുകളാണ്. ഒന്ന് പത്മകുമാറും അതോടൊപ്പം തന്നെ വാസുവും. ഇവർ 2 പേരുമാണ് ഇക്കാര്യത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആ ഒരു സാഹചര്യത്തിൽ 2 പേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പത്മകുമാറിനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക, വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇത് നിലവിൽ ക്ഷമിക്കണം, അന്നത്തെ ബോർഡിലെ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ബോർഡ് അംഗങ്ങൾ എന്ന നിലയിൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഈ കൊള്ളയുടെ വ്യാപ്തി എത്രയുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണം